ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കോളർഷിപ്പ് ക്ലാസ്സിൽ നമ്മൾ 10 ടൈപ്പ് ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത 11ാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, വിഗ്രഹവാക്യം ലിഖത. വിഗ്രഹവാക്യം ലിഖത. വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ സമാസത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ സമാസത്തിലെ ക്ലാസ് എന്ന് പറയുന്നത് 82 മുതൽ 86 വരെയാണ്. 82 മുതൽ 86 വരെ സമാസം ഞാൻ പഠിപ്പിച്ചു. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വിഗ്രഹവാക്യം ലിഖത എന്നാണ്. അപ്പോൾ ഒരു പദം എടുത്താൽ അതിനെ വികസിപ്പിക്കുക, അതാണ് വിഗ്രഹം എന്ന് പറയുന്നത്. എന്നാൽ ആ ഒറ്റ പദത്തിന് എന്ത് പറയും? സമസ്ത പദം എന്ന് പറയും. സമസ്ത പദം എന്ന് പറയും, ഏകപദം എന്നും പറയാം, അല്ലെങ്കിൽ സമസ്ത പദം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏകപദം അല്ലെങ്കിൽ സമസ്ത പദം തന്നിട്ട് അതിൻ്റെ വിഗ്രഹം എഴുതണം. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇപ്പം നീലോത്പലം, ഇതാണ് ചോദിക്കുന്നത്. അപ്പോൾ നീലോത്പലം എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ വിഗ്രഹിക്കുമ്പോൾ നീലം ച തത് ഉത്പലം, ഇതാണ് നിങ്ങൾ എഴുതേണ്ടുന്നത്. നീലം ച തത് ഉത്പലം, നീലം ആണ്, അങ്ങനെയുള്ള തത് ആ ഉത്പലം. ഉത്പലം എന്താണ്? താമര. അപ്പോൾ നീലം ച തത് ഉത്പലം, നീലമായിട്ടുള്ള ഉത്പലം, നീലത്താമരയ്ക്കാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവിടെ നീലം എന്നുള്ളതും ഉത്പലം എന്നുള്ളതും നീല ആദ്യത്തെ വേർഡ് എന്ന് വെച്ചാൽ പൂർവ്വപദം, ഉത്പലം രണ്ടാമത്തെ വേർഡ്, അത് ഉത്തരപദം. പൂർവ്വപദവും ഉത്തരപദവും. അപ്പോൾ ഇവിടെ ഉത്തരപദം എന്ന് പറയുന്ന ഒരു വിശേഷ്യമാണ്. നീലം എന്ന് പറയുന്നൊരു വിശേഷണമാണ്. ഇതിനെ വിശേഷിപ്പിക്കുകയാണ് നീലം. അപ്പോൾ ആ നീലം എന്ന് പറയുന്നത് വിശേഷണവും ഉത്പലം വിശേഷവുമായി വന്നിരിക്കുന്നു. വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട സമാസം ഏതാണ്? കർമ്മധാരയനാണ്. കർമ്മധാരയം നിങ്ങൾ എഴുതുകയൊന്നും വേണ്ട, നിങ്ങൾ എഴുതേണ്ട ഇത് മാത്രമേ ഉള്ളൂ. നീലം ച തത് ഉത്പലം, ഇതാണ് അതിൻ്റെ വിഗ്രഹം. അടുത്ത മാതാപിതരവും. മാതാപിതരവും അത് വിഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? മാതാച പിതാച, മാതാവും പിതാവും. ഇവിടെ 2 പദങ്ങളും പൂർവ്വപദവും ഉത്തരപദവും. മാതാ പൂർവ്വപദം, ഉത്തരപദം പിതരവും. ഈ 2 പദത്തിനും തുല്യ പ്രാധാന്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തുല്യ പ്രാധാന്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് സമാസമായിട്ടാണ് വരുന്നത്? ദ്വന്ദ്വ സമാസമാണ്. അപ്പോൾ ഇത് മാതാച പിതാച, അവിടെ ദ്വന്ദ്വ സമാസം വന്നു. അടുത്തത് ത്രിഭുവനം. ത്രിഭുവനം, ത്രീ എന്ന് പറഞ്ഞാൽ 3 എന്നുള്ളത് സംഖ്യയെ കാണിക്കുകയാണ്. ത്രിഭുവനം അതിനെ വിഗ്രഹിക്കുമ്പോൾ ത്രയാണാം ഭുവനാനാം സമാഹാരഃ. ത്രയാണാം ഭുവനാനാം, ഭുവനാനാം എന്നുള്ളത് ഷഷ്ടി ബഹുവചനമായിട്ട് വരുന്നല്ലേ, ഭുവനങ്ങളുടെ. അപ്പോൾ ത്രയാണാം, ആ ത്രീ എന്നുള്ളതിൻ്റെ ഷഷ്ടിയും വരുമ്പോൾ ത്രയാണമാണ്. അതും എന്താണ്? ഷഷ്ടി തന്നെ വരണം. ത്രിഭുവനാനാം സമാഹാരഃ, ത്രയാണാം ഭുവനാനാം സമാഹാര. സമാഹാരം എന്ന കൂട്ടം, ഒരു സമൂഹത്തെയാണ് കാണിക്കുന്നത്. ഏത്? 3 ഭുവനങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ സമാഹാരം കാണിക്കുന്നു. അത് സംഖ്യയെ കാണിക്കുകയാണ്. അവിടെ പൂർവ്വപദം ഒരു സംഖ്യ, ത്രീ എന്ന സംഖ്യയാണ്. സംഖ്യയാവുമ്പോൾ ഏത് സമാസം പഠിച്ചത്? ദ്വിഗു സമാസം. അപ്പോൾ ഇവിടെ ത്രയാണാം ഭുവനാനാം സമാഹാരഃ എന്നാണ് നിങ്ങൾ എഴുതേണ്ടുന്നത്. അടുത്ത സപ്തർഷയഃ. സപ്തർഷി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. സപ്തഹ ച തേ ഋഷയഃ ആണ്. ഇവിടെയും സപ്ത എന്നുള്ളതൊരു സംഖ്യയില്ല, ഇവിടെ 3 വന്നതുപോലെ. പക്ഷേ ഇവിടുത്തെ വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ സപ്തഹ ച തേ ഋഷയഃ, 7 ആയിട്ടുള്ള ആ ഋഷിമാർ. ഋഷയ എന്ന് പറയുമ്പോൾ ഋഷി ഋഷയയാണ്. അതൊരു ഋഷി എന്ന് പറയുമ്പോഴത്തേക്ക് മഹർഷി എന്നാണെന്ന് അറിയാം അല്ലേ. അപ്പോൾ അതെന്തോന്നാണ്? ഇവിടെ ദ്വിഗു സമാസമായിട്ട് വരില്ല. കാരണം എന്ത്? ഇപ്പം അഗസ്ത്യനെ പറയുകയാണ്. അഗസ്ത്യൻ ആരാണ്? ഒരു സപ്തർഷിയാണ്. അപ്പോൾ ആ സപ്തർഷി അത് സമൂഹമല്ലല്ലോ കാണിക്കുന്നത്. അങ്ങനെ 7 പേരുണ്ട്. 7 പേർക്കും ഓരോരുത്തരെയും പറയുന്നത് എന്താണ്? സപ്തർഷി, സപ്തർഷി എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ സപ്ത എന്നുള്ളത് ഈ ഋഷിയെ വിശേഷിപ്പിക്കുന്നതാണ്. അപ്പോൾ അത് കർമ്മധാരയനാണ്. ഇവിടെ കർമ്മധാരയ സമാസമായിട്ടാണ് വരുന്നത്. അടുത്ത ആ ഹിമാലയം. അപ്പോൾ ആ ഹിമാലയം, ആ എന്നുള്ളത് ഒരു അവ്യയമാണ്. ആ ഹിമാലയാത്ത് ആരഭ്യ. ഹിമാലയാത്ത്, ഇത് പഞ്ചമി ഏകവചനം. ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച്, ആരഭ്യ, ഹിമാലയാത്ത് ആരഭ്യ. ഇവിടെ ആ എന്നുള്ളത് ഒരു അവ്യയമാണ്. പൂർവ്വപദം അവ്യയമായി വന്നാൽ അവ്യയീഭാവ സമാസം, അതും പഠിച്ചതാണ്. ഗജാനനഃ. അടുത്ത ഗജാനനഃ. ഗജസ്യ, ഗജത്തിൻ്റെ ഷഷ്ടി ഏകവചനം. ആനനം ഇവ, ആനനം പ്ലസ് ഇവ, ആനനം പോലെ, ആനനം മുഖം, യസ്യ സഹ, ആർക്കാണോ, ഗജത്തിൻ്റെ ആനയുടെ മുഖം പോലെ മുഖം ആർക്കാണോ ഉള്ളത് അവൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ ആനനം മുഖം, അതാരാണ്? ഗജത്തിൻ്റെ ഗണപതിയല്ലേ, ഗണേശഃ അല്ലേ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഗജാനനഃ. അപ്പോൾ ഇവിടെ ഏതിനാണ് പ്രാധാന്യം?
പൂർവ്വപദത്തിനോ ഉത്തരപദത്തിനോ അല്ല പ്രാധാന്യം, ഒരു അന്യപദമാണ്. അന്യപദമായ ഗണപതി, ഗണേശനാണ്. അപ്പോൾ അത് ബഹുവ്രീഹി സമാസമാണ്. അപ്പോൾ ഇത്രയും ഇങ്ങനെ ഇപ്പോൾ വിഗ്രഹം ചോദിച്ചാൽ ഇത്രയുമാണ് എഴുതേണ്ടത്. നിങ്ങൾ സമാസം ഏതെന്നൊന്നും എഴുതണ്ട, അതിന് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ രീതിയിലാണ് വിഗ്രഹവാക്യം എഴുതുക എന്ന് പറഞ്ഞാൽ എഴുതേണ്ടുന്നത്. അടുത്ത 12ാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. നേരത്തെ നമ്മൾ വിഗ്രഹം എഴുതാനായിരുന്നു. ഇത് നേരെ തിരിച്ച്, അതായത് ഏകപദം എഴുതുക, അല്ലെങ്കിൽ എന്താ സമസ്ത പദം. ഏകപദം എഴുതുക. ഏകപദം ലിഖത, ഒറ്റപ്പദം എഴുതുക എന്നുള്ളതാണ്. പാതും ഇച്ഛ, പാതും എന്ന് പറഞ്ഞാൽ കുടിക്കുവാൻ. പാതും ഇച്ഛ, കുടിക്കുവാനുള്ള ആഗ്രഹത്തെ എന്താ പറയുന്നത്? പിപാസ. പിപാസ, ദാഹം എന്നല്ലേ പറയുന്നത്. പിപാസ എന്ന് പറഞ്ഞാൽ ദാഹം. അപ്പം നിങ്ങൾ എഴുതേണ്ട പിപാസ എന്ന് മാത്രം. പിന്നെ ജായാച്ച പതിഹിച്ച, ജായാച്ച പതിഹിച്ച. ജായ എന്ന് പറഞ്ഞാൽ ഭാര്യ, പതി ഭർത്താവ്. അപ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ ഉള്ളത് ദമ്പതി. ദമ്പതി ദമ്പതി എന്ന് മലയാളത്തിൽ പറയാറില്ലേ, ദമ്പതി. ഇവിടെ രണ്ടിനും തുല്യ പ്രാധാന്യം. നേരത്തെ പറഞ്ഞാൽ തുല്യ പ്രാധാന്യം വരുമ്പോൾ എന്ത് പറഞ്ഞു? ദ്വന്ദ്വസമാസം അല്ലേ. അടുത്തത് നഗരസ്യ സമീപം. നഗരത്തിൻ്റെ സമീപം. സമീപം എന്ന് പറഞ്ഞാൽ അടുത്ത്. അപ്പോൾ സമീപം എന്നുള്ളത് നമ്മൾ പിന്നെ അതായത് അവ്യയത്തിൽ പഠിച്ചു. സമീപം എന്നുള്ളതിൻ്റെ പദം എന്താ? ഊപ എന്നുള്ളതാണ് വരുന്നത് അല്ലേ, സമീപം. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം ആദ്യം, അതായത് സമീപത്തിനാണ് അവിടെ പ്രാധാന്യം. അങ്ങനെ അത് പൂർവ്വപദമായിട്ട് വന്നാൽ അത് അവ്യയീഭാവനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ സമീപം വരുമ്പോൾ ഊപ ആദ്യം ചേർക്കുക. ഊപ, പിന്നെ നഗരം, ഉപനഗരം. നഗരസ്യ സമീപം, നഗരത്തിൻ്റെ സമീപം, ഉപനഗരം. ഭവനായ കാഷ്ടം. ഇത് ഭവനായ കാഷ്ടം, ഇതെന്തോന്നാണ്? ചതുർത്ഥിയല്ലേ ഭവനായ വന്നത്? ചതുർത്ഥി ഏകവചനം. ഇപ്പം നമ്മൾ തത്പുരുഷനെ പഠിച്ച എങ്ങനെയാണ്? അത് നേരത്തെ വന്നതിൽ തത്പുരുഷൻ വന്നിട്ടില്ലായിരുന്നു. തത്പുരുഷൻ പഠിച്ചപ്പോഴത്തേക്ക് അതിൽ ഉത്തരപദത്തിനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞു. പദത്തിന് പ്രാധാന്യമുള്ളതാണ് തത്പുരുഷൻ. അത് 7 വിഭക്തിയിലും വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഭവനായ കാഷ്ടം. കാഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ? തടി. വീടുള്ള തടികളിനെയാണ് പറയുന്നത് കാഷ്ടം. അപ്പോൾ ഭവന കാഷ്ടം എന്നാണ് പറയുന്നത്. അപ്പോൾ ഭവനം എന്ന് പറയുന്നത് വീടിനുള്ള കാഷ്ടം, വീടിനുള്ള വിറക്. ഭവനത്തിന് വേണ്ടിയുള്ള കാഷ്ടം. ഇവിടെ ഭവനവും കാഷ്ടവും ഉണ്ട്. ഇതാണ് ഉത്തരപദം. ഇതിനാണ് പ്രാധാന്യം. ഈ ഭവനം എന്നുള്ളത് മാറി മാറി വരാൻ, ഈ വിറക് വീടിന് മാത്രമാണോ ഉപയോഗിക്കുന്നത്? അല്ലല്ലോ, മാറി മാറി വരല്ലേ. അപ്പോൾ അത് മാറി മാറി വരാം. അപ്പോൾ ഈ ഉത്തരപദത്തിനാണ് ഇവിടെ പ്രാധാന്യം. അപ്പോൾ ഇത് തത്പുരുഷ സമാസം. ഇനി തത്പുരുഷ സമാസത്തിലെ ഏത് തത്പുരുഷൻ? ഭവനായ എന്ന് പറയുമ്പോൾ ചതുർത്ഥി തത്പുരുഷൻ എന്ന് പറയും. അടുത്തത് ജിതാനി ഇന്ദ്രിയാണി ഏന സഹ. ജിതാനി ജയിച്ച. ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങൾ ജയിച്ചവൻ. ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ. ഇവിടെ ദ്വിതീയ ബഹുവചനമാണ്. ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ ഏന സഹ, ആരാണോ അവൻ എന്നുള്ള അർത്ഥത്തിൽ. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ ബഹുവ്രീഹി സമാസമാണല്ലേ. അപ്പോൾ അതിനെന്ത് പറയും? ജിതേന്ദ്രിയ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഇതിന് ഉത്തരം എഴുതേണ്ട. ഈ കൊടുത്തിരിക്കുന്ന മാത്രമാണ് ഉത്തരം. ഇത് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇതിൻ്റെ ഉത്തരങ്ങൾ ഈ പറയുക. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.